ദാറുൽ അർഖമിലേക്ക് പ്രയാണം ചെയ്യുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോഴാണ് വിശ്വാസം മറച്ചു വെക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയത്, സ്വഹാബിയെ കണ്ടുമുട്ടി. അദ്ദേഹം വിശ്വാസിയാണ്, പക്ഷേ വിശ്വാസം ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് നുഐം ഇബ്നു അബ്ദില്ലാ എന്നായിരുന്നു. നുഐം ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഉമർ എങ്ങോട്ടാണ് പോകുന്നത്? കാര്യം തിരക്കിയപ്പോൾ ഉമർ തന്റെ ലക്ഷ്യം ഇതാണ്, മുഹമ്മദിനെ വകവരുത്തണം, അതിനാണ് പോകുന്നത്. നീ മുഹമ്മദിനെ വകവരുത്താൻ പോവട്ടെ. നുഐം റളിയല്ലാഹു അൻഹു പറയാൻ, നിന്റെ സഹോദരി ഫാത്തിമയും അവരുടെ ഭർത്താവ് സഈദും മുഹമ്മദിന്റെ ആളുകളായിട്ട് മാറിയിരിക്കുന്നു, അവർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, നീ അറിഞ്ഞിട്ടുണ്ടോ? അത് കേട്ടപ്പോ ഉമറിന്റെ കോപം ഇരട്ടിയായി. കോപാകുലനായ ഉമർ തന്റെ സഹോദരിയുടെയും അളിയന്റെയും വീട്ടിലെത്തി, ഫാത്തിമയുടെയും സഈദിന്റെയും വീട്ടിലെത്തി. അപ്പോഴാണ് ആ വീട്ടുകാരെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുകയായിരുന്നു. ഉമറിന്റെ ആഗമന വിവരം അറിഞ്ഞപ്പോ, ഉമറാണ് വന്നിട്ടുള്ളത്, ചില്ലറക്കാരനല്ല, അറേബ്യയിലെ മുടിചൂടാ മന്നൻ. ആ പേര് കേട്ടാൽ തന്നെ ഏവരും ഭയക്കും. അദ്ദേഹമാണ് വന്നിട്ടുള്ളത്, ഇസ്ലാമിന്റെ എതിരാളി, പ്രവാചകന്റെ എതിരാളി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉള്ളിൽ പോയിരുന്നു, മറഞ്ഞിരുന്നു, ഉമറിനെ മറഞ്ഞിരുന്നു. അവരോട് ചോദിച്ചു, സഈദ് റളിയല്ലാഹു അൻഹുവോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഈദ്, നിങ്ങൾ മതം മാറിയിട്ടുണ്ടോ? നീയും ഫാത്തിമയും മതം മാറിയിട്ടുണ്ടോ? അപ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഉമർ, നീ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമല്ലെങ്കിലോ, നീ പിന്തുടരുന്ന പരമ്പരാഗത രീതി സത്യമല്ലെങ്കിലോ, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ശരിയെങ്കിലോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യം ഇരട്ടിയായി. പിൽക്കാല സ്വഹാബി വര്യനായി മാറിയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യം ഇരട്ടിയായി മാറി. അദ്ദേഹം സഈദിന്റെ നെഞ്ചിൽ കയറി ആക്രമിച്ചു. നെഞ്ചിൽ കയറിയിരുന്നു എന്നാ പറയുന്നത്. ഫാത്തിമ തട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോ ഫാത്തിമയെ തടഞ്ഞു. അവരെ നിലത്ത് വീണ് അവരെ മുറിവേറ്റു, രക്തത്തിൽ കുളിച്ചു. ഈ ഘട്ടത്തിൽ ഫാത്തിമ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ശത്രു, ഞാൻ തൗഹീദിൽ വിശ്വസിച്ചതിന്റെ പേരിലാണോ നീ എന്നെ ആക്രമിക്കുന്നത്? പക്ഷെ ഇവരുടെ ഈ ധീരത കാണുമ്പോ, ഇവരെത്രയൊന്നും ധീരന്മാരായിരുന്നില്ല, പക്ഷെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന വല്ലാത്ത ഒരു ധീരതയുണ്ട്. ആ ധീരത കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു മനം മാറ്റം, ഇതിലെന്തോ കാര്യമുണ്ട്. കാര്യമില്ലാതെ ഇത്ര നിശ്ചയദാർഢ്യത്തോടു കൂടി എന്റെ സഹോദരിയും എന്റെ അളിയനും എന്നോട് സംസാരിക്കുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ മനംമാറ്റമുണ്ടായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനംമാറ്റം അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്.